ഒമാനിൽ കാലാവസ്ഥാ പാത്തിയുടെ സ്വാധീനം ആരംഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഇതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അസ്ഥിരമായ കാലാവസ്ഥ തുടരാൻ സാധ്യതയുണ്ട്. അതേസമയം ശക്തമായ കാറ്റ് മരുഭൂമിയിലും തുറന്ന പ്രദേശങ്ങളിലും പൊടിപടലങ്ങൾ ഉയരാൻ കാരണമാകും. ഒമാനിൽ കിഴക്കൻ കാലാവസ്ഥാ പാത്തിയുടെ സ്വാധീനം ആരംഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ ഫലമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അസ്ഥിര കാലാവസ്ഥ തുടരാൻ സാധ്യതയുണ്ട്. ഇന്നു മുതൽ അൽ ഹജർ മലനിരകളിലും സമീപ പ്രദേശങ്ങളിലും പ്രാദേശിക മേഘരൂപീകരണം ക്രമേണ ശക്തിപ്പെടുമെന്നാണ് ഒമാൻ കാലാവസ്ഥാ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. അന്തരീക്ഷത്തിലെ അനുകൂല സാഹചര്യങ്ങൾ മൂലം ഒറ്റപ്പെട്ടതും വ്യാപകമല്ലാത്തതുമായ ഇടിമിന്നൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. മലനിരകളിൽ രൂപപ്പെടുന്ന മേഘങ്ങൾ പിന്നീട് സമീപ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കാനിടയുണ്ട്. ഇതോടെ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും പെട്ടെന്നുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. അതോടൊപ്പം കാലാവസ്ഥാ പാത്തിയുടെ സ്വാധീന ഫലമായി ഇടിമിന്നലിനൊപ്പം ആലിപ്പുഴ വർഷമുണ്ടാകാനും സാധ്യതയുണ്ട്. ഇടിമേഘങ്ങളിൽ നിന്ന് താഴേക്ക് ശക്തമായി പതിക്കുന്ന കാറ്റായ ഡൗൺ ഡ്രാഫ്റ്റ് വിൻഡ് ചില പ്രദേശങ്ങളിൽ അനുഭവപ്പെടാം. ഇത്തരം ശക്തമായ കാറ്റ് മരുഭൂമിയിലും തുറന്ന പ്രദേശങ്ങളിലും പൊടിപടലങ്ങൾ ഉയരാൻ കാരണമാകും. ഇത് റോഡുകളിലെ കാഴ്ചപരിധി ഗണ്യമായി കുറയ്ക്കാനും വാഹന ഗതാഗതത്തെ സാരമായി ബാധിക്കാനും സാധ്യതയുണ്ട്. മാത്രമല്ല ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ തുറസായ സ്ഥലങ്ങളിലും മലനിരകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും കഴിയുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം. മഴ ശക്തമാകുന്ന സമയത്ത് റോഡുകളിൽ പെട്ടെന്നുള്ള വെള്ളക്കെട്ടിനും കാഴ്ചപരിധി കുറയുന്നതിനും സാധ്യതയുള്ളതിനാൽ വാഹനം ഓടിക്കുന്നവരും കൂടുതൽ ശ്രദ്ധിക്കണം. കാലാവസ്ഥാ സാഹചര്യങ്ങൾ അടുത്ത ഏതാനും ദിവസങ്ങളിൽ മാറിമറിയാൻ സാധ്യതയുള്ളതിനാൽ ഔദ്യോഗിക കാലാവസ്ഥാ ബുള്ളറ്റിനുകളും മുന്നറിയിപ്പുകളും കൃത്യമായി പിന്തുടരണമെന്നാണ് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കീഴിലുള്ള ഒമാൻ കാലാവസ്ഥാ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. അസ്ഥിര കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുകയും ഇടിമിന്നൽ, ശക്തമായ കാറ്റ്, പൊടിക്കാറ്റ് എന്നിവയുണ്ടാകുമ്പോൾ പരമാവധി ജാഗ്രത പാലിക്കുകയും ചെയ്യണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.